നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. സിനിമ പാഷനാണെന്നും അഭിനയിക്കാനായില്ലെങ്കിൽ ചത്തുപോകുമെന്നുമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്. കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് സുരേഷ് ഗോപിയെ ആദരിക്കാനായി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമ അഭിനയത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രക്ഷപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമ ഞാൻ ചെയ്യും, അതിന് ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്, പക്ഷേ BJP നേതൃത്വം തന്നിട്ടില്ലെന്നും അദ്ദേഹം ഒരു ചടങ്ങിൽ വ്യക്തമാക്കി. സെപ്റ്റംബർ 6-ന് ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ്. സിനിമകൾ കുറേയുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമിത്ഷാ പേപ്പർ മാറ്റിവെച്ചതാണ്. മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. ചരിത്രം എഴുതിയ തൃശൂർക്കാർക്ക് താൻ എന്തായാലും നന്ദി അർപ്പിക്കണമെന്ന് നേതാക്കൾക്ക് പറഞ്ഞതുകൊണ്ട് വഴങ്ങിയതാണ്. സിനിമ ഇല്ലാതെ പറ്റില്ല, അത് എൻ്റെ പാഷനാണ്. അതില്ലെങ്കിൽ ശരിക്കും ചത്തുപോകുമെന്നും സുരേഷ് ഗോപി പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും വേദിയിൽ പരോക്ഷമായി സൂചിപ്പിച്ചു. സിനിമയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും അത്തരം കാര്യങ്ങളുണ്ട്. എല്ലാ സമ്പ്രദായത്തിനും ശുദ്ധി വേണം. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി അത് കോട്ടം വരുത്തരുത് എന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി. കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി ആദ്യമായി അഭിനയിക്കുന്ന ചിത്രമാണ് ഒറ്റക്കൊമ്പൻ. സെപ്റ്റംബർ 1-ന് തുടങ്ങുന്ന ചിത്രത്തിൽ സുരേഷ് ഗോപി 6-ാം തീയതിയോടുകൂടി ചേരുമെന്നാണ് വിവരം. മാത്യൂസ് തോമസ് സംവിധാനം നിർവഹിക്കുന്ന സിനിമയാണിത്. 2020-ൽ പ്രഖ്യാപിച്ച ചിത്രം അനിശ്ചിതകാലത്തേക്ക് മുടങ്ങുകയായിരുന്നു. പൃഥ്വിരാജ് നായകനായ കടുവ എന്ന സിനിമയുമായി ഒറ്റക്കൊമ്പന് സമാനതകൾ ഉണ്ടാകുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം പറയുന്ന ചിത്രം ഉൾപ്പെടെ 4 സിനിമകളിലാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ ശേഷം അഭിനയിക്കുക. കോട്ടയം പാലായിൽ നിന്നുള്ള ഒരാളുടെ ജീവിതകഥയിൽ നിന്നും അടർത്തിയെടുത്ത ഏടാണ് സുരേഷ് ഗോപി ചിത്രം പറയുക എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.